നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ബോബി വർക്കി. ഞാനിവിടെ ലൂർദ് ആശുപത്രിയുടെ ലീഡ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപസ്മാരത്തിനെ പറ്റിയാണ്. അപസ്മാരം നിങ്ങൾക്കറിയാം, തലച്ചോറിൻ്റെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലമാണ്. അതായത് തലച്ചോറിൽ ഏകദേശം 3-4 ബില്യൺ ന്യൂറോൺസ് അല്ലെങ്കിൽ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ സൈനാപ്സസിൻ്റെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എന്തോ പ്രശ്നം കൊണ്ടാണ് അപസ്മാരം ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള അപസ്മാരമുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിത് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് വേർതിരിക്കാം. ഒന്ന് ഫോക്കൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു അപസ്മാരം. രണ്ടാമത് ജനറലൈസ്ഡ് എപ്പിലെപ്സി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ മൊത്തം ഭാഗത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ടൈപ്പ് അപസ്മാരം. ഈ ഫോക്കൽ എപ്പിലെപ്സി നമ്മൾ സാധാരണ കാണുന്നത് കുട്ടികളിലോ അല്ലെങ്കിൽ ആർക്കെ ഒരു ബ്രെയിൻ ട്യൂമർ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ ഒരു തലച്ചോറിന് ഒരു അടി കിട്ടിയിട്ട് ഒരു ബ്രെയിൻ ട്രോമ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ബ്രെയിനിൽ ഒരു സ്കാർ വരുമ്പോഴാണ് നമ്മൾ ഫോക്കൽ എപ്പിലെപ്സി കാണുന്നത്. അതേസമയത്ത് ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കൂടുതൽ ആൾക്കാരിൽ ഇതൊരു ജനറ്റിക് അല്ലെങ്കിൽ ഒരു ഫെമിലിയൽ എപ്പിലെപ്സി ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അപസ്മാരം പല ടൈപ്പ് ഉണ്ടെങ്കിലും അതിൻ്റെ മരുന്നുകൾ കുറച്ചേ ഉള്ളൂ. മരുന്നുകൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫോക്കൽ എപ്പിലെപ്സിക്കുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ജനറലൈസ്ഡ് എപ്പിലെപ്സിക്കുള്ള മരുന്നുകളായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രോഗിക്ക് ഉത്തമമായ അതിൻ്റെ ഒരു ഫലം കിട്ടും. അപസ്മാരം തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിൽ കൊച്ചു കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അത് ബെനൈൻ എപ്പിലെപ്സി ആയിരിക്കാം. അതേസമയത്ത് ഒരു അഡോളസെൻ്റ് പീരീഡിലുണ്ടാകുന്ന ടൈപ്പ് എപ്പിലെപ്സി ജുവനൈൽ എപ്പിലെപ്സി അല്ലെങ്കിൽ ആബ്സെൻസ് എപ്പിലെപ്സി അല്ലെങ്കിൽ മൈക്രോണിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ടൈപ്പ് സാധാരണ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ മാറുന്ന ഒരു ടൈപ്പ് അപസ്മാരമായിരിക്കാം. അതേസമയത്ത് പ്രായമുള്ളവരിൽ വരുന്ന അപസ്മാരമാണെങ്കിൽ അത് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് നമുക്ക് മരുന്ന് എടുക്കേണ്ടി വരാം. എന്ന് വെച്ചാൽ അത് യൂഷ്വലി മിക്കവർക്കും വരുന്നത് എന്തെങ്കിലും ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ബ്ലീഡിങ്ങോ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് അപസ്മാരം വരുന്നത്. അപസ്മാരം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് നമുക്കിതിൻ്റെ കാരണം എന്താണെന്നുള്ളത് തെളിയിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. ചിലവർക്ക് ബ്ലഡിൽ സോഡിയം കുറഞ്ഞുകൊണ്ടോ കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് കൊണ്ടോ ചിലവർക്ക് വരാം. ചിലവരും മദ്യപിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അപസ്മാരം വരാം. ഈ കൂടുതലും പേരിൽ നമ്മൾ അപസ്മാരത്തിൻ്റെ കാരണം EEG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തിട്ട് ബ്രെയിനിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ മാപ്പ് ചെയ്തിട്ടാണ് എന്ത് ടൈപ്പ് അപസ്മാരമാണെന്നും നമ്മൾ തെളിയിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഒന്നല്ലെങ്കിൽ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഈ അപസ്മാരത്തിൻ്റെ കാരണം മനസ്സിലാക്കുന്നത്. ഏറ്റവും ഉത്തമമായ ടെസ്റ്റ് MRI സ്കാനാണ്. എന്ന് വെച്ചാൽ ഇതിനാണ് ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ ഉള്ളത്. നമുക്ക് തലച്ചോറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഏകദേശം ഒരു 70% ആൾക്കാരിൽ നമുക്ക് സിമ്പിൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് അപസ്മാരം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു 20-30% ആൾക്കാരിൽ എത്ര മരുന്ന് കൊടുത്താലും നമുക്ക് മരുന്നുകൊണ്ട് തന്നെ ശരിയാക്കാൻ ഒക്കില്ല, അല്ലെങ്കിൽ അപസ്മാരം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവരിലാണ് നമ്മൾ മെഡിക്കലി ഇൻട്രാക്റ്റബിൾ എപ്പിലെപ്സി എന്ന് പറയുന്നതും. ഈ ടൈപ്പ് രോഗികൾ നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനത്തെ രോഗികൾക്ക് എപ്പിലെപ്സി സർജറി അല്ലെങ്കിൽ വേഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ആ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് രോഗിക്ക് രോഗശമനം കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അപസ്മാരത്തിനായിട്ട് പലപ്പോഴും നമ്മൾ ഒരു EEG ചെയ്യാറുണ്ട്. പക്ഷേ EEG സാധാരണ നമ്മളൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറേ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ അരമണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് എപ്പിലെപ്സിയുടെ ലക്ഷണങ്ങൾ EEGക്കകത്ത് കാണണമെന്നില്ല. അങ്ങനെയുള്ളവരിലാണ് നമ്മൾ വീഡിയോ EEG എന്ന് പറഞ്ഞൊരു പ്രൊലോങ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 4 മണിക്കൂറോ 8 മണിക്കൂറോ 12 അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സമയം കൂടുന്നതനുസരിച്ചിട്ട് എപ്പിലെപ്സിയുടെ പിക്കപ്പും കൂടും. അതായത് EEGക്കകത്ത് എന്തെങ്കിലും തകരാറോ കാണാനോ അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ കാരണം കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ ഒരു EEG ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ, മരുന്ന് കൊടുത്തിട്ട് ഫലമായില്ലെങ്കിൽ നമ്മൾ ആ രോഗിയെ തിരിച്ചു വിളിച്ചിട്ട് ഒരു വീഡിയോ EEG കൂടെ ചെയ്യാറുണ്ട്. സാധാരണ ഒരാൾക്ക് അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു 1-2 മിനിറ്റേ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ആൾ അബോധാവസ്ഥയിലായിരിക്കും. ബോധം തിരിച്ചു വന്നു കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ആൾ
കൺഫ്യൂസ്ഡ് ആയിരിക്കും, എവിടെയാണ് കിടക്കണത്, എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു അറിവുണ്ടാവില്ല. യൂഷ്വലി ഒരു ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഒരു തവണ അപസ്മാരം വന്നു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ള ആൾ എണീറ്റ് വരണം. അതിന് അഥവാ അങ്ങനെ സംഭവിച്ചില്ല, വീണ്ടും ആൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. അപ്പോൾ 1-2 തവണ അപസ്മാരം അടുപ്പിച്ചിങ്ങനെ വരാൻ തുടങ്ങുവാണെങ്കിൽ ആ രോഗീനെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ഒരു അവസ്ഥയിൽ നമ്മൾ IV മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രാവീനസ് മെഡിക്കേഷനോ ഇഞ്ചെക്ഷൻ കൊടുക്കാതെ ചിലപ്പോൾ അതിന് കൺട്രോൾ കിട്ടാൻ, അപസ്മാരം നിർത്താൻ ബുദ്ധിമുട്ട് വരാം. അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്രയും പെട്ടെന്ന് വിതിൻ ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിലെങ്കിലും നമ്മൾ ആ രോഗീനെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കാം. പലപ്പോഴും അപസ്മാരം വരുമ്പോൾ നമ്മൾ കാണും ആൾക്കാരെല്ലാവരും അടുത്ത് വന്നിട്ട് രോഗിക്കൊരു ചാബി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയൺ കഷ്ണം കൊടുക്കുക. അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. അപസ്മാരത്തിന് അങ്ങനത്തെ ഒരു പുറത്തേക്കുള്ളൊരു ഇലക്ട്രിക്കൽ ഫീൽഡൊന്നുമില്ല. അത് നമുക്ക് ഈ അയൺ കൊടുത്താലോ ചാവി കൊടുത്താലൊന്നും അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതിനെക്കാട്ടിലും ഭേദം ആ രോഗീനെ നമ്മൾ എവിടെയെങ്കിലും താഴെ എവിടെയെങ്കിലും കിടത്തിയിട്ട് ഒരു വശത്തോട്ട് തിരിച്ച് കിടത്തിയിട്ട് ആ അപസ്മാരം നിൽക്കുന്നവരെ ആളെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക, ആളുടെ ഉടുപ്പൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. അത്രയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.